കേരള സംസ്ഥാന ബജറ്റ് ഈ മാസം 18-ാം തീയതി അവതരിപ്പിക്കാൻ 19 അവതരിപ്പിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യണ തിരക്കിലാണ് മുഖ്യമന്ത്രിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ. ഈ ബജറ്റിന് മുന്നോടിയായിട്ട് സാധാരണ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് മേശപ്പുറത്ത് വയ്ക്കുക നിയമസഭയിൽ. പക്ഷേ ഇത്തവണ വെച്ചത് ധവളപത്രം കേരള ഇക്കണോമിനെ പറ്റി. അത് വായിക്കുമ്പോൾ ഒരു ഞെട്ടലോടുകൂടി അല്ലാണ്ട് അത് വായിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം സാമ്പത്തിക പരാധീനത അടിച്ചേൽപ്പിച്ചിട്ടാണ് മുൻ ഗവൺമെൻറ് പോയിരിക്കുന്നത്. കാര്യകാരണ സഹിതമാണ് അത് തയ്യാറാക്കിയ ആൾക്കാരെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനും പറ്റില്ല. കാരണം KM ചന്ദ്രശേഖർ അദ്ദേഹം ഒരു നല്ല സാമ്പത്തിക വിദഗ്ധനാണ്. നമ്മുടെ തോമസ് ഐസക്കിനെ പോലെ അല്ല, പണ്ഡിതനാണ്. IAS അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അത് കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രി ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിനൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ മണിക്കൂറുകളുടെ ആവശ്യമുള്ളൂ അദ്ദേഹത്തിന്. അത് ഒരാഴ്ച കൊണ്ടൊക്കെ അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു. കേരളത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ്. ഇത് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്താ? ഇതിൽ നിന്ന് എന്തെങ്കിലും കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്കന്ദൻ? എനിക്കതിനകത്ത് തോന്നിയത്, ഞാനിപ്പോൾ ആ ധവളപത്രം അത് കണ്ടിരുന്നു. അതേപോലെ തന്നെ ബജറ്റ് 19 അവതരിപ്പിക്കുന്നത്. എനിക്കതിനെക്കുറിച്ചൊരു ആക്ഷേപമുണ്ട്. ഈ 19 വ്യത്യാസം, ജൂൺ 19 എന്ന് പറഞ്ഞാൽ കേരളത്തിന് വായനാ ദിനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു മുഖ്യമന്ത്രി കേരളത്തിലുള്ള സമയത്ത് അദ്ദേഹം പോയിട്ട് ആ ദിവസം പോയിട്ട് കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒട്ടും സാമാന്യനീതിക്ക് നിരക്കുന്നതല്ല. കാരണം PN മണിക്കരുടെ ജന്മദിനമാണ് ആ ദിവസം, അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ദിവസമാണ്. ആ വേർപാടിൻ്റെ ദിവസമാണ് കേരളത്തിന് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ വായനാ ദിനത്തിൻ്റെ ദിവസം കേരള ബജറ്റ് അവതരിപ്പിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ 140 MLA-മാർക്കും ഒരു വായനാ ദിന പരിപാടിയിലും പങ്കെടുക്കാൻ സാധ്യമല്ല. കേരളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വായനാ ദിനത്തിനാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. രണ്ടാമത്തെ വന്നത്, കേരളത്തിൻ്റെ പ്രശ്നമുണ്ട്. കേരളം ഒരു സാമ്പത്തികമായിട്ടുള്ള കടക്കണിയിൽ തന്നെയാണ്. അതിന് ഉത്തരവാദി കേവലം പിണറായി വിജയൻ മാത്രമല്ല. പിണറായി വിജയൻ ഇതിനകത്ത് ഉത്തരവാദിയാണ്, ഉമ്മൻചാണ്ടി അതിനകത്ത് ഉത്തരവാദിയാണ്, K കരുണാകരൻ അതിനകത്ത് ഉത്തരവാദിയാണ്, EK നയനാരും VS അച്യുതാനന്ദൻ അതിനകത്ത് ഉത്തരവാദിയാണ്. ഇവരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളാണ്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക കെടുതികളുടെ മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാരണങ്ങൾ പഠിക്കുന്ന ഒന്നും ആ ധവളപത്രത്തിൽ ഞാൻ കണ്ടില്ല. കേരളം സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയിലാണ്. കേരളത്തിൽ റവന്യൂ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഏതാ റവന്യൂ? ഇവിടെ എന്താ ഉള്ളത്? കേരളത്തിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ലോട്ടറി വേണം, അല്ലെങ്കിൽ മദ്യം വേണം, അല്ലെങ്കിൽ ആ തരത്തിൽ ചില കാര്യങ്ങളുടെ അപ്പുറത്ത് കേരളത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതികളും കേരളത്തിലില്ല. ഞാൻ അതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, കേരളം മലയാളി പഠിക്കേണ്ട ചില വസ്തുക്കളുണ്ട്. അതിലൊന്നാണ് സർ CP രാമസ്വാമി. അദ്ദേഹം ഒരു 11 കൊല്ലത്തോളമാണ് അദ്ദേഹം കേരളത്തിൻ്റെ തിരുവിതാംകൂർ ദിവാനായിരുന്നു. ആ തിരുവിതാംകൂർ ദിവാനായിരിക്കുന്ന 11 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ അദ്ദേഹം ആരംഭിച്ചത് 36 വൻകിട സ്ഥാപനങ്ങളാണ് അദ്ദേഹം ആരംഭിച്ചത്. 36 എണ്ണം. അതിലേറ്റവും പ്രധാനപ്പെട്ടാണെന്ന് ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി അവിടെ കൊല്ലത്ത് ആരംഭിച്ചത്. ആ ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറിയുടെ പ്രത്യേകതയുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള മൊത്തം സ്പോഞ്ചിൻ്റെ 40% ഉൽപ്പാദനം അവിടെ നിന്നാണ് ഉണ്ടാവുക. ബാക്കി 60% ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടാണ്. മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ പെരുമ്പാവൂരിൽ ആരംഭിച്ചുള്ള പെരുമ്പാവൂർ അയൺസ് ഉണ്ട്, ട്രാവൻകൂർ അയൺസ്. ആ ട്രാവൻകൂർ അയൺസിൻ്റെ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടുനൂലാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുക. ഈ പട്ടുനൂൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുളയാണ്. ഇന്ന് കേരളത്തിൽ എവിടെ മുളയുള്ളത്? കേരളത്തിൽ മുളയില്ല. ഈ മുള മുഴുവൻ തീർത്തു കഴിഞ്ഞു. ആ മുളയായിരുന്നു കേരളത്തിൻ്റെ പട്ടുനൂൽ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് പെരുമ്പാവൂർ അയൺസ് അടച്ചുപൂട്ടി, അതിന് മാവൂർ അയൺസ് അടച്ചുപൂട്ടി, മുഴുവൻ ലിക്വിഡേറ്റ് ചെയ്തു. അവിടുത്തെ ഇതെല്ലാം സ്ക്രാപ്പായിട്ട് വിറ്റു. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് സർ CP രാമസ്വാമിയെ ഒരിക്കൽ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആ ജപ്പാന്റെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന ജപ്പാനെ പുനരുദ്ധരിക്കപ്പെട്ടത് പട്ടുനൂൽ വ്യവസായത്തിൽ കൂടിയാണെന്ന് അദ്ദേഹം പഠിച്ചിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂറിന് അത്തരം ഒരു വികസനം വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പെരുമ്പാവൂർ അയൺസ് തുടങ്ങുന്നത്. ആ പെരുമ്പാവൂർ അയൺസ് സ്വകാര്യ മേഖലയിലാണ്. സർക്കാരിൻ്റെ 11% ഷെയർ അതിനകത്തുള്ളത്. അങ്ങനെയുള്ള പെരുമ്പാവൂർ അയൺസ് തുടങ്ങുന്നു. ടൈറ്റാനിയം സ്പോഞ്ച് കമ്പനി തുടങ്ങുന്നു. IRE അതിനുശേഷം ആരംഭിക്കുന്നു. എന്തിനാ പറയുന്നത്? ഗ്ലാസ് ഫാക്ടറി ആരംഭിക്കുന്നത് ആ കാലത്താണ്. ഒഗലെ ഗ്ലാസ് ഫാക്ടറി, എറണാകുളം റൂട്ട്. അത് തന്നെ ഒഗലെ ഗ്ലാസ് ഫാക്ടറി എന്നതിന്റെ പേര്. ഈ പറയുന്ന ഒഗലെ ഗ്ലാസ് ഫാക്ടറി അടപ്പിച്ചതാരാ? അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അടപ്പിച്ചത്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, ഈ ഒഗലെ ഗ്ലാസ് ഫാക്ടറിക്കകത്ത് ശമ്പളം കൊടുക്കും. അതേപോലെ തന്നെ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ഒരു ക്യാൻറ്റീനകത്ത് ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഊണിന് വരുന്ന 25 പൈസയാണ്, ഒരു ഗ്ലാസ് ചായക്ക് 5 പൈസയാണ്, ഒരു കടി കഴിച്ചിട്ട് 3 പൈസയാണ്.
അങ്ങനെയുള്ള സ്ഥലത്ത് ഉച്ചയൂണിൻ്റെ സമയത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ചില സഖാക്കന്മാരായിരിക്കുന്ന ആളുകൾ അവർ കോൺട്രാക്ടറോട് ചോദിക്കുന്നു. അവിടെ കോൺട്രാക്ടർ എന്ന് പറഞ്ഞൊരു തൊഴിലാളിയാണ് കേട്ടോ. അവിടെ ഒഗ്ലെ ഗ്ലാസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കാണ് അവിടുത്തെ ക്യാൻറ്റീൻ്റെ കോൺട്രാക്ട് കൊടുക്കുക. ആ കോൺട്രാക്ട് തൊഴിലാളികൾ അവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പാറിനകത്ത് വേണ്ടത്ര കഷ്ണമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സഖാവ് ചെയ്തത് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഗ്ലാസ് ഫാക്ടറിയുടെ മുറ്റത്തുണ്ടായിരുന്ന മണ്ണ് ഒരു കയ്യിൽ മണ്ണെടുത്തുകൊണ്ട് വന്ന് കമ്പനിക്ക് മറ്റേ ക്യാൻറ്റീനകത്തേക്ക് കടന്നു വന്ന് അവിടെയുള്ള സാമ്പാറിലേക്ക് ആ മണ്ണിടുകയാണ്. മുഴുവൻ സാമ്പാറും വേസ്റ്റ്. ഞാൻ ഐ വിറ്റ്നസ് ആണ് അതിൻ്റെ. ഞാൻ നേരിട്ട് കണ്ടതാണത്. ഞാൻ അനുഭവസ്ഥനാണത്. അങ്ങനെ ആ ഭക്ഷണം മുഴുവൻ കളയുകയാണ്. അതിനുശേഷം തൊഴിലാളികൾ സമരത്തിലാണെന്ന്. എന്താ സമരത്തിൻ്റെ ആവശ്യം എന്നറിയാമോ? CIT യൂണിയൻകാരുടെ സമരത്തിൽ. ഞാൻ ആ ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ പറയുന്ന നേതാവ് സമരം ചെയ്യിച്ചിട്ട് അവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് ചോറ് കൊണ്ടുതരണം. ഇവിടുന്ന് ആരെ ചോറ് കൊണ്ടുതരേണ്ടത്? ഒന്നുമില്ലെങ്കിൽ കമ്പനി ഉടമ തരണം. ക്യാപ്റ്റൻ തോമസാ കമ്പനിയുടെ ഉടമസ്ഥൻ. അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ ക്യാൻറ്റീൻ നടത്തുന്നതിന് മുതലാളി തരണം. ഈ മുതലാളി ആരാ? ഇവർ തന്നെ തൊഴിലാളിയാ. ഈ പറയുന്ന അങ്ങനെ പറഞ്ഞ് വാശി പിടിപ്പിച്ച് അവരെ കൊണ്ട് ഭക്ഷണം കൊണ്ടുവരിച്ച് മറ്റുള്ള ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഈ ഭക്ഷണം ഇല്ലായ്മ ചെയ്തത് തൊഴിലാളിയാണ്. അത് CIT-കാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെ അടപ്പിച്ച സ്ഥാപനം ഒഗ്ലെ ഗ്ലാസ് ഫാക്ടറി. അങ്ങനെ കേരളത്തിൽ മിക്കവാറും സർ CP രാമസ്വാമിയെ ആരംഭിച്ച 36ഓളം സ്ഥാപനങ്ങൾ ഒന്നൊന്നായിട്ട് ഇവരങ്ങനെ അടച്ചുപൂട്ടി. ഇനി അടച്ചുപൂട്ടാണ്ട് ബാക്കിയുള്ള FECT അടച്ചുപൂട്ടിയിട്ടില്ല. അത് തുടങ്ങാനുള്ള കാരണം നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്ന് കേരളത്തിൻ്റെ അതേ അവസ്ഥയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. കാരണം ഭക്ഷ്യ ഉൽപ്പാദനമില്ല. കേരളത്തിൽ 10 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് കൃഷിയുള്ളത്. ഇന്നിപ്പോൾ ഏകദേശം 2.5-3 ലക്ഷം ഹെക്ടർ സ്ഥലത്തേ കൃഷിയുള്ളൂ. എന്ന് വെച്ചാൽ 4-1 ചുരുങ്ങി. കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള കൃഷി ഇവിടെ ഇല്ല. എല്ലാ ഉൽപ്പാദന സാധനങ്ങളും പുറത്തുനിന്ന് വരുത്തണം. ഈ ഉൽപ്പാദന സാധനങ്ങൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഇതിന് തടസ്സം നിൽക്കുന്ന ആരാ? ഇത് ആ കാലത്ത് തടസ്സമുണ്ടായിരുന്നു. 957 EMS-ന്റെ മന്ത്രിസഭയെ പിരിച്ചുവിടുന്ന തരത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപടികളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ വിരുദ്ധമായുള്ള നടപടിയാണ്. അന്ന് നമുക്കൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് അരി കൊടുക്കുന്നത്. അന്ന് എങ്ങനെ കൊടുത്തിരുന്നതെന്ന് അറിയാമോ? ആ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഞങ്ങളൊരു സൗത്ത് സോൺ ഉണ്ടാക്കാം. ഏതൊക്കെയാ സൗത്ത് സോൺ? ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. ഈ പറയുന്ന സൗത്ത് സോണിനകത്ത് പരസ്പരം അരി നിങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വന്നു. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ജനാധിപത്യ വിശ്വാസിക്ക് സഹിക്കാവുന്നതിനപ്പുറത്താണ്. അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? കേരളത്തിലേക്ക് അരി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. മറിച്ച് ആന്ധ്രാപ്രദേശുകാരോട് പറഞ്ഞു നിങ്ങൾ ബംഗാളിലേക്ക് വിറ്റോ കൂടിയ വിലയ്ക്ക്, നിങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് വിറ്റോ കൂടിയ വിലയ്ക്ക്, കേരളത്തിലേക്ക് അരി കൊടുക്കരുത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട ജനാധിപത്യ നേതാവിൻ്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇത് സംഭവം നടന്നത് 957-ലാണ്. ആ സമയത്ത് ജനങ്ങൾക്ക് മക്രോണി കൊടുക്കാൻ തീരുമാനിക്കുന്നു കേരളത്തിൻ്റെ സർക്കാർ. ആ മക്രോണി കൊടുത്ത് KC ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ് അന്നത്തെ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രി. അദ്ദേഹത്തിന് പിൽക്കാലത്ത് EMS അദ്ദേഹത്തിന് 8 പേരാണ് മക്രോണി ജോർജ്. അങ്ങനെ നിരവധി ചരിത്രങ്ങൾ കേരളത്തിൻ്റെ ഭാഗമുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ പതനത്തിന് കാരണമാണ്. ഈ പതനത്തിന് ഉത്തരവാദി കേരളം ഭരിച്ചവരാണ്. കേന്ദ്രം ഭരിച്ചിരുന്ന ആളുകളാണ് അതിൻ്റെ ഉത്തരവാദി. നമുക്കിപ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പഴയ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കേരളത്തിന് നിരവധി കാര്യങ്ങൾ ഹൈവേ അടക്കം 93,000 കോടി റുപ്യയാണ് 6 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളതെങ്കിൽ 10 നയാ പൈസ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊടുക്കില്ലായിരുന്നു. 10 നയാ പൈസ ശ്രീമതി ഗാന്ധി കൊടുക്കില്ലായിരുന്നു. 10 നയാ പൈസ അതിനുശേഷം വന്ന സർക്കാരുകളും കൊടുത്തിരുന്നില്ല. ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക പരാധീനതയ്ക്ക് ഒരു വരുമാനമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയത് ഇന്ന് ഭരിക്കുന്നവരും ഇന്നലെ ഭരിച്ചവരും മിനിങ്ങാന്ന് ഭരിച്ചവരും EMS തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഭരണകർത്താക്കന്മാർക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, പിണറായി വിജയനെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഭരിച്ചത് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഏക നേതാവ് എൻ്റെ ഓർമ്മയിലുള്ളത് സർ CP രാമസ്വാമി അയ്യരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബജറ്റ് തയ്യാറാക്കുന്ന ആളുകളും ധവളപത്രം തയ്യാറാക്കുന്ന ആളുകളും ഒന്നും കേരളത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിന് വരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നില്ല,
ചെലവിനെ കുറിച്ച് പറയുന്നുണ്ട്. സൗജന്യമായിട്ട് KSRTC യാത്ര ചെയ്തോളൂ, 3000 രൂപ ഞങ്ങൾ പെൻഷൻ കൊടുത്തേക്കാം, മറ്റ് സംഗതികൾ ഞങ്ങൾ കൂട്ടിക്കൊടുത്തേക്കാം. ഇതിന് എവിടെ നിന്നാണ് വരുമാനം എന്നുള്ളത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേരളം ഭരിക്കുന്ന ആളുകളും കുറിച്ചുകൂടി വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ റിസോഴ്സസ് ഇപ്പം നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്കുള്ള റിസോഴ്സസ് ഇവർ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നതാണ് പറയേണ്ടത്. റിസോഴ്സ് ഇവർ കൺസെപ്റ്റിലില്ല. ഇവർ ധരിക്കുന്നത് കേന്ദ്രം പണം തരണം എന്നാണ് ധരിക്കുന്നത്. ഇവരൊക്കെ പണ്ട് കേന്ദ്രം ഭരിച്ചിരുന്നവരാണല്ലോ. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നല്ലോ കേന്ദ്രം, മറ്റേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്നല്ലോ. ഇവരെത്ര രൂപയാണ് ഇവർ കൊടുത്തിരുന്നത്? ഏത് വഴിയിലാണ് ഇവർ കൊടുത്തിരുന്നത്? ഇവരാൾക്ക് കക്കൂസ് കെട്ടാനുള്ള പണം ഇവർ കൊടുത്തിട്ടുണ്ടോ? വീട് വയ്ക്കാനുള്ള പണം ഇവർ കൊടുത്തിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനുകൾ ഇവർ വികസിപ്പിച്ചിട്ടുണ്ടോ? നാഷണൽ ഹൈവേ വികസിപ്പിച്ചിട്ടുണ്ടോ? 984 സമയത്താണ് കരുണാകരൻ്റെ കാലത്ത് അക്വയറിയിരിക്കുന്ന ഭൂമിയിൽ ആ നാഷണൽ ഹൈവേ വന്നതുപോലും ഇപ്പം നിതിൻ ഗഡ്കരി കേന്ദ്രത്തിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം. എന്ന് വെച്ചാൽ 10-30 കൊല്ലക്കാലം, 35-38 കൊല്ലക്കാലത്തിന് ശേഷം നരേന്ദ്രമോദി വരേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിൽ കോൺഗ്രസ്സുകാരുടെ പങ്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം തന്നെ തുല്യമാണെന്നാണ് എൻ്റെ അനുമാനം. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നുണ്ടോ വരും ദിവസങ്ങളിൽ ഇതിന് ഒരു വിപ്ലവകരമായൊരു മാറ്റം? വിപ്ലവകരമായിട്ടുള്ള മാറ്റം വേണമെന്നുള്ള മോഹം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വിഷയങ്ങൾ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയങ്ങൾ പഠിക്കാതെ കണ്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാവില്ല. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം വേണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവർ യഥാവിധി വിഷയങ്ങളെ പഠിക്കുകയും മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന SRCP അടക്കമുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് ഒരു പുതിയൊരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ധവളപത്രം മാത്രം പോരാ, കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തെ കുറിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൂടി അവർക്കുണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം.